നമസ്കാരം. ഞാൻ അലി. രാത്രി 7 മണി. എറണാകുളം സ്റ്റാൻഡ്. സീറ്റ് നമ്പർ 15. കെഎസ്ആർടിസിയുടെ ലോ ഫ്ലോർ. ഒരു ലൈറ്റ് റൈന്. എങ്ങനെയുണ്ടാവും? പൊളിക്കൂലേ? നല്ല വൈബാട്ടോ. ഞാനൊരു വർക്കിൻ്റെ ആവശ്യത്തിന് പോയി മടങ്ങുന്ന സമയത്താണ്. ബസ് പുറപ്പെട്ടു. ഞാൻ ടിക്കറ്റ് എടുത്തത് കോട്ടയ്ക്കൽ ചെങ്കോട്ടി ഭാഗത്തേക്കാണ്. എനിക്ക് ഏകദേശം ഒരു 4.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. ഞാൻ പറയാൻ വന്നത്, നമ്മളൊക്കെ കെഎസ്ആർടിസിനെ കുറിച്ചിട്ട് മോശം അഭിപ്രായം പറയാറുണ്ട്, നല്ല അഭിപ്രായം പറയാറുണ്ട്. അതിലെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ മോശമായ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു അനുഭവം, ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി വന്നതാണ്. എൻ്റെ സ്റ്റോപ്പ് ഒരു 5 കിലോമീറ്റർ ഏകദേശം പോയി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് എത്തും. ഞാൻ പതിയെ എണീറ്റ് കുറച്ച് മുമ്പിലോട്ട് വന്നിരുന്നു. കാരണം നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് അത്ര വിസിബിലിറ്റി ഇല്ല പുറത്തോട്ട്. ആ സമയത്ത് ബസ് ഒന്ന് സൈഡാക്കി ഏകദേശം ഒരു 10 മിനിറ്റോളം ബസ് വെയിറ്റിങ്ങിലാണ്, റോഡ് സൈഡിൽ വെയിറ്റിങ്ങിലാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാബിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ആ ക്യാബിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ബാഗുണ്ട്. അപ്പോൾ അവൾ പാസഞ്ചറാണ്. അവൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ അവളുടെ പേരൻസ് വരാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ, രാത്രി കാലങ്ങളിൽ പെൺകുട്ടികളെ അവരെ പേരൻസ് വന്നതിന് ശേഷം മാത്രമേ ബസ് എടുത്ത് പോവാവൂ എന്ന് അവരുടെ റൂളായിരിക്കാം. പക്ഷേ ആ റൂളിനെ കുറിച്ചിട്ടൊന്നുമല്ല സംസാരിക്കാൻ വന്നത്. ആ ഡ്രൈവർക്ക് 2 രീതിയിൽ അതിനെ പറയാം. കാരണം ഈ കുട്ടിക്ക് അരമണിക്കൂർ മുന്നേ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഇന്ന സ്റ്റോപ്പ് എത്തുന്ന സമയം, ഈ സ്റ്റോപ്പിൽ എത്തുന്ന സമയം പറഞ്ഞുകൊണ്ട് ആ പേരൻസിനോട് വന്ന് നിൽക്കാം എന്ന് ഈ കുട്ടിക്ക് പറയാമായിരുന്നു. പക്ഷേ ഈ ഡ്രൈവർ അതൊന്നും ആ കുട്ടിയോട് പറയുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുന്നില്ല. ബാക്കിൽ ആരൊക്കെ പറയുന്നുണ്ട്, മോളെ വിളിച്ചു നോക്ക് എത്ര നേരമായി ബസ് നിർത്താൻ തുടങ്ങിയിട്ട്. സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നു, ഞാൻ ഇറങ്ങിക്കോളാം, അവർ വന്നോളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈവർ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ പേരൻസ് വന്നിട്ടേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ, നീ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നിൻ്റെ പേരൻസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ആ ഡ്രൈവർക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ സംസാരിക്കാം. എന്ന് വെച്ചാൽ നിനക്ക് ഷൗട്ട് ചെയ്ത് സംസാരിക്കാം, നിനക്ക് അരമണിക്കൂർ മുന്നേ വിളിക്കേണ്ട മോളെ, അല്ലെങ്കിൽ കുറച്ച് മുന്നേ വിളിച്ചവിടെ വരുത്തണ്ടേ, എത്ര സമയം എന്നൊക്കെ പറയാം. പക്ഷേ ആ ഡ്രൈവർ അവിടെ ബിഹേവ് ചെയ്ത രീതി ഹൃദയസ്പർശിയായി തോന്നി. കാരണം ഇങ്ങനെയും ചില മനുഷ്യരുണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നു. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കായിരുന്നു ഇത് മുഴുവനായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, അതീക്കാം. ഇതിന് ആമുഖത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യരാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാട്ടും ജീവിക്കാൻ ആവശ്യം. ഒരു തണലാകാൻ, ഒരു ചുമലാകാൻ, അല്ലേ? ആ മനുഷ്യൻ്റെ ഒരു പെരുമാറ്റമാണ്, അയാളുടെ റെസ്പെക്റ്റും ഒരു സ്നേഹം ഇതൊക്കെ തോന്നിയത്. കാരണം അങ്ങനെ കൊടുക്കാൻ മനുഷ്യനറിയാം സ്നേഹം പ്രകടിപ്പിക്കാൻ, പക്ഷെ പ്രകടിപ്പിക്കില്ല. ഒരുപാട് സന്തോഷമായി. ആ മനുഷ്യൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ആ ബസ്സിൻ്റെ നമ്പറൊക്കെ ഈ കാണുന്നതാണ്. എനിക്ക് എന്താ പറയണമെന്നറിയില്ല, പക്ഷേ എനിക്ക് ആ ചേട്ടനോട് പറയാനുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. ഒരാളെ നമ്മൾ പുകഴ്ത്തി എഴുതാന്നുള്ളതല്ല, മരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ് അവരുടെ പ്രവൃത്തികളെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ടത്. ചില മോശമായിട്ടുള്ള കാര്യങ്ങളല്ല, അവരുടെ നല്ല നല്ല കാര്യങ്ങളുണ്ടാവും, അത് എടുത്ത് പറയുക. ഒരു പൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുക എന്നതല്ലേ, അല്ലാതെ മരിച്ചിട്ട് കുറേ നന്മ പറയുക അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക.